ഹലോ, വിത്ത് യുവർ ഹാൻഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്ത് നോക്കാൻ പോകുന്നത് ഒരു വളരെ ഈസി ആയിട്ടുള്ളൊരു ഡിസൈനാണ്. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഷോളിലാണ് ചെയ്യുന്നത്. ഇത് തന്നെ ഒരു നെക്ക് ഡിസൈനിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്നും കൂടെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം. ഇത് ഡിസൈൻ വരയ്ക്കേണ്ടതൊന്നും ആവശ്യമില്ല. 2-3 ഫ്ലവേഴ്സാണ് ഇതിനകത്ത് വരുന്നത്. 3 സർക്കിൾ ഇതുപോലെ വരയ്ക്കുക. ആ സെൻറ്ററിൽ, ഫ്ലവറിൻ്റെ സെൻറ്ററിലാണ് ഈ ഒരു സർക്കിൾ വരുന്നത്. അതിനകത്ത് നമ്മൾ ഫ്രഞ്ച് നോട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. ആദ്യം ഒരു സർക്കിളിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ നീഡിൽ കുത്തി മുകളിലേക്ക് എടുക്കുക. എന്നിട്ട് ഒരു ഫ്രഞ്ച് നോട്ട് അവിടെ ചെയ്യുക. ഇവിടെ ഫ്രഞ്ച് നോട്ട് ചെയ്യാനായിട്ട് ഞാനിവിടെ 6 strands ത്രെഡാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ ഒരു തവണ ചുറ്റിയിട്ടാണ് ഫ്രഞ്ച് നോട്ട് ഇവിടെ ചെയ്യുന്നത്. സെൻറ്ററിൽ ഒരു ഫ്രഞ്ച് നോട്ട് ചെയ്തതിന് ശേഷം അതിന് ചുറ്റിനുമായി 5-6 ഫ്രഞ്ച് നോട്ടുകളും കൂടെ ചെയ്തിട്ട് നമുക്ക് ആ ചെറിയ സർക്കിൾ ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഒരു സർക്കിൾ ഇവിടെ ഫില്ലായിട്ടുണ്ട്. ഇനി ഇതുപോലെ ബാക്കി 2 സർക്കിളുകളും കൂടെ ചെയ്ത് ഫ്രഞ്ച് നോട്ടുകൾ ചെയ്ത് ഫില്ല് ചെയ്ത് റെഡിയാക്കിയെടുക്കാം. ഇപ്പോൾ ഈ 3 ഫ്ലവറുകളുടെയും ഫ്രഞ്ച് നോട്ടുകൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പെറ്റലുകൾ ചെയ്യാം. പെറ്റൽസ് ചെയ്യാനായിട്ട് നമ്മളിവിടെ ലേസി സ്റ്റിച്ചാണ് ഉപയോഗിക്കുന്നത്. അതിനായിട്ട് ഞാൻ 2 ഷെയ്ഡ് ത്രെഡ് എടുത്തിട്ടുണ്ട്. 2 കളർ ത്രെഡ് വെച്ചിട്ടാണ് ഒരു ഫ്ലവറിൻ്റെ പെറ്റലുകൾ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ലൈറ്റ് പീച്ചും അതുപോലെ ഒരു ഗ്രീനുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള, ഇപ്പോൾ ഗ്രീൻ തന്നെ എടുക്കണമെന്നില്ല, ഇഷ്ടമുള്ള ഷെയ്ഡുകൾ 2 വെച്ച് ചെയ്തെടുക്കാം. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനുമാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ പെറ്റലുകൾ ചെയ്യാനായിട്ട് ലേസി ചെയ്യാനായിട്ട് ഇവിടെ 3 സ്ട്രാൻഡ്സാണ് ത്രെഡ് എടുത്തിരിക്കുന്നത്. ഈ ഫ്രഞ്ച് നോട്ട് ചെയ്യാനായിട്ട് 6 സ്ട്രാൻഡ്സും ആയിരുന്നു എടുത്തത്. ആദ്യം നമുക്ക് പീച്ച് വെച്ചിട്ട് ഇവിടെ ലേസി ചെയ്തെടുക്കാം. ഈ വശത്ത് ഇതുപോലെ ഒരു 3 ലേസി പെറ്റലുകൾ ചെയ്തെടുക്കാം. കുറച്ച് നീളത്തിലാണ് ഈ ലേസി കുത്തിയെടുത്തിരിക്കുന്നത്. വളരെ ചെറുതല്ല. ഇനി ചെറിയതായിട്ട് ചെറിയ ഫ്ലവേഴ്സോ വേണ്ടെന്നുള്ളവർക്ക് കുറച്ച് ചെറുതായിട്ടും ചെയ്തെടുക്കാം. അതുപോലെ ഇതിൻ്റെ ഓരോ പെറ്റലുകളുടെയും വലിപ്പം എല്ലാം ഒരുപോലെയൊന്നും ഇരിക്കണമെന്നൊന്നുമില്ല. കുറച്ച് കയറി ഇറങ്ങിയൊക്കെ ഇരുന്നാലൊന്നും കുഴപ്പമില്ല. ഇപ്പോൾ ഈ വശത്തേക്കുള്ള 3 ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പീച്ച് ഷെയ്ഡ് വെച്ച് ഇങ്ങോട്ട് 3 പെറ്റലുകളാണ് ചെയ്യാൻ പോകുന്നത്. അതും കൂടെ ചെയ്തെടുക്കാം. ഇനി ഈ 2 വശത്തേക്കുള്ള പെറ്റലുകൾ ഈ ഗ്രീൻ ഷെയ്ഡ് വെച്ച് ലേസി ചെയ്തെടുക്കാം. ഇത് ചെയ്തതുപോലെ തന്നെ ഇങ്ങോട്ട് 3 ഇങ്ങോട്ട് 3. ഇതിൽ നമ്മൾ വേറെ ലീഫോ അല്ലെങ്കിൽ സ്റ്റെമ്മോ ഒന്നും ചെയ്യുന്നില്ല. ഈ ഫ്ലവേഴ്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ബിഗിനേഴ്സിന് ഏറ്റവും ചെയ്തെടുക്കാൻ പറ്റിയ വളരെ എളുപ്പത്തിലുള്ളൊരു ഡിസൈനാണിത്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഇതിപ്പോൾ ഞാനൊരു ഷോളിലാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ചുരിദാറിൻ്റെ നെക്കിൽ ഈ ഡിസൈൻ എങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ളതും കൂടെ ഞാൻ കാണിച്ചു തരാം. വേറൊരു ഡിസൈനിൽ ഇതേ സ്റ്റിച്ചും ഇതേ ഡിസൈനും തന്നെ വേറൊരു രീതിയിലാണ് അതിൽ ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഫ്ലവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അടുത്തത് ചെയ്യുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്നും കൂടെ നോക്കാം. ഇപ്പോൾ ഇനി നമ്മൾ ഈ ഫ്ലവർ ചെയ്യുമ്പം നമ്മൾ ഇതിൻ്റെ ഈ സൈഡിലേക്ക് എന്ത് കളറാണോ പോയിക്കുന്നത്, അപ്പോൾ അതല്ലാതെ മറ്റേ കളർ വേണം ഈ വശത്തേക്ക് കൊടുക്കാൻ. അപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ ഇങ്ങോട്ടേക്ക് പീച്ച് കൊടുക്കാൻ പോവാണ്. ഇങ്ങനെ ഗ്രീനും കൊടുക്കാൻ പോവാണ്. അങ്ങനെ നോക്കി ഒന്ന് ചെയ്താൽ മതി. അടുപ്പിച്ച് രണ്ട് കളറുകളും കൂടെ ഒരുമിച്ച് വരാതെ
ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് ഉള്ള ലേസി ഡേസികൾ പീച്ച് കൊടുക്കാം. ഇവിടെ നമ്മുടെ 3 ഫ്ലവറും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഷെയ്ഡ് നോക്കി ചെയ്താൽ മതി. ഈ വശത്തേക്ക് വരുന്ന കളറുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് പോകാതെ മിക്സായി വരാനായിട്ട് ഇതുപോലെ ചെയ്താൽ മതി. നമുക്കിഷ്ടമുള്ള ഷെയ്ഡുകളിട്ട് ഇതുപോലെ 2 ഷെയ്ഡിട്ട് ചെയ്തെടുക്കാം. അതുപോലെ നമുക്ക് ഈ ഡിസൈൻ ഒന്നും കൂടെ വലുതാക്കണം എന്നുണ്ടെങ്കിൽ 2-3 ഫ്ലവറും കൂടെ ഇതിൻ്റെ കൂടെ തന്നെ അങ്ങ് ചെയ്തെടുത്താൽ മതി. 3 എണ്ണത്തിന് പകരം ഒരു 4-5 എണ്ണമൊക്കെ കുറച്ചും കൂടെ അടുപ്പിച്ച് വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെ പലതരത്തിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഷോളിൽ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓൾ ഓവർ ഡിസൈനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഏകദേശം ഒരു 16 എണ്ണത്തോളം കൊടുത്തിട്ടുണ്ട്. ഈ ഡിസൈൻ ചുരിദാറിൻ്റെ നെക്ക് പോർഷനിൽ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇതുപോലെ ഒരു യോക്ക് പീസ് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലാണ് ഇത് ഡിസൈൻ ഫില്ല് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതൊരു ഡിസൈനുള്ള ക്ലോത്ത് ആയതുകൊണ്ടാണ് ഇങ്ങനെ യോക്ക് പോർഷൻ വെച്ചത്. ഈ പ്ലെയിൻ മെറ്റീരിയൽ ആണെങ്കിൽ യോക്കിൻ്റെ അടയാളപ്പെടുത്തിയിട്ട് അതിൻ്റെ ഉള്ളിലങ്ങ് ഫില്ല് ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ നെക്കിന് ചുറ്റിനും നമുക്കൊരു 2 ഇഞ്ച് 3 ഇഞ്ചൊക്കെ വീതിയിൽ ഈ ഡിസൈൻ ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം, ഇതിനകത്ത് ഞാനിങ്ങനെ ഫ്ലവേഴ്സ് അവിടെ ഇവിടെയും ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ ഗ്യാപ്പുള്ള സ്ഥലത്ത് എക്സ്ട്രാ ലേസി ഡേസികൾ ഇതുപോലെ തയ്ച്ചെടുത്തേക്കാണ്. അങ്ങനെ അത് ഫില്ല് ചെയ്യുക. കളറ് മാത്രം നമ്മൾ മിക്സ് ചെയ്ത് തയ്ക്കണമെന്ന് മാത്രം. 2 ഷെയ്ഡും കൂടെ മിക്സ് ചെയ്തിട്ട് തയ്ച്ചെടുക്കുക. വളരെ എളുപ്പമായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിനകത്ത് ഞാൻ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാകും. ഇതിനകത്ത് ഓരോ പെറ്റലുകളുടെയും വലിപ്പം ഒരുപോലെയൊന്നുമല്ല, പല വലിപ്പത്തിലൊക്കെയാണ്. ഗ്യാപ്പ് അനുസരിച്ച് കൂട്ടിയും കുറച്ചും ലെങ്ത്ത് കൂട്ടിയും കുറച്ചും നമുക്ക് ലേസി ഡേസികൾ ചെയ്തെടുക്കാം. സ്റ്റെമ്മും ലീഫും ഒന്നുമില്ലാതെ വളരെ എളുപ്പത്തിൽ ബിഗിനേഴ്സിനൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.